നമസ്കാരം. ഏതൊരു ഗൈനക്കോളജിസ്റ്റിൻ്റെയും ശരിക്കും പേടി സ്വപ്നങ്ങളിൽ ഒന്നാണ് PPH. എന്താണ് PPH എന്ന് ചോദിച്ചാൽ ഡെലിവറി കഴിഞ്ഞുണ്ടാകുന്ന അമിതമായ രക്തസ്രാവം അഥവാ പോസ്റ്റ് പാർട്ടം ഹെമറേജ്, അതായത് ഡെലിവറി കഴിഞ്ഞുണ്ടാകുന്ന അമിതമായ രക്തസ്രാവം. ശരിക്കും ഏതൊരു ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് ചോദിച്ചാലും മതി, അവരുടെ പേടി സ്വപ്നങ്ങളിൽ ഒരു സാധനമാണ് ഈ പോസ്റ്റ് പാർട്ടം ഹെമറേജ് എന്ന് പറയുന്നത്. എപ്പോഴും നമ്മളെ അപ്രതീക്ഷിതമായി പ്രതീക്ഷിക്കേണ്ട ഒരു അതിഥിയാണ് ഈ പോസ്റ്റ് പാർട്ടം ഹെമറേജ് എന്ന് പറയുന്നത്. പലരും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എൻ്റെ വൈഫ് അല്ലെങ്കിൽ എൻ്റെ മോള് വളരെയധികം സന്തോഷത്തോടു കൂടി ഡെലിവറിക്കായി ലേബർ റൂമിലേക്ക് കയറിപ്പോയി, എന്നാൽ തിരിച്ച് അവൾ മരണപ്പെട്ടു എന്നുള്ളൊരു വാർത്ത ആണ് ഞാൻ കേൾക്കുന്നത്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? അത് ഹോസ്പിറ്റലിൻ്റെ അനാസ്ഥയല്ലേ, അല്ലെങ്കിൽ ഡോക്ടറിൻ്റെ അനാസ്ഥയല്ലേ, അമിതമായി ബ്ലീഡിംഗ് ആയി മരിച്ചുപോയി എന്നാണ് പറയുന്നത്. ഇതൊക്കെ പല സ്ഥലങ്ങളിലും നമ്മൾ കേൾക്കാറുള്ള കാര്യമാണ്. അപ്പോൾ ഇന്ന് എനിക്ക് തോന്നി, ആക്ച്വലി ഈ PPH അഥവാ പോസ്റ്റ് പാർട്ടം ഹെമറേജിനെ പറ്റി നിങ്ങളും കൂടുതൽ അറിഞ്ഞിരിക്കണം. ഡോക്ടേഴ്സിനെ പോലെ തന്നെ സാധാരണക്കാർക്കും അതിനെപ്പറ്റി ഒരു വിവരം അല്ലെങ്കിൽ അറിവ് ഉണ്ടായിരിക്കേണ്ടതാണ് എന്നെനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഇന്ന് ഈ വീഡിയോയിൽ PPHനെ കുറിച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചത്. PPH എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ ഇന്ത്യയിലെ മാതൃമരണ നിരക്കിൽ ഏറ്റവും ലീഡിങ് ആയിട്ടുള്ള കാരണം ആയിട്ട് നിൽക്കുന്ന ഒരു കാരണമാണ് PPH എന്ന് പറയുന്നത്. അതായത് ഏറ്റവും കൂടുതൽ അമ്മമാർ ഇന്ത്യയിൽ മരണപ്പെടുന്നത് അമിതമായ ഡെലിവറി കഴിഞ്ഞുണ്ടാകുന്ന രക്തസ്രാവം മൂലമാണ്. അപ്പോൾ ഇതെങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ ഉള്ള കാര്യങ്ങളാണ് അവിടെ അറിഞ്ഞിരിക്കേണ്ടത്. നമ്മൾ പറയുന്ന ഈ സുഖപ്രസവം അല്ലെങ്കിൽ നോർമൽ ഡെലിവറി എന്ന് പറയുന്ന ഡെലിവറി പ്രോസസ്സിൽ തന്നെ സാധാരണയായിട്ട് ഒരു സ്ത്രീയുടെ ശരീരത്തിൽ നിന്ന് പോകുന്നത് 1/2 ലിറ്ററോളം ബ്ലഡാണ്. അതിൽ കൂടുതലാണെങ്കിൽ നമ്മൾ അതിനെ PPH എന്ന് പറയും. അപ്പോൾ സിസേറിയൻ ആണെങ്കിൽ നോർമലി ഒരു സ്ത്രീയുടെ ശരീരത്തിൽ നിന്ന് പോകുന്നത് 1 ലിറ്റർ ബ്ലഡാണ്. അതിൽ കൂടുതലാണെങ്കിൽ നമ്മൾ അതിനെ PPH എന്ന് പറയും. അപ്പോൾ ഇത് കൂടുതൽ കുറവ് എന്നുള്ളതല്ല, നമ്മൾ അറിയേണ്ടത് നോർമൽ ഒരു സ്ത്രീക്ക് തന്നെ നോർമൽ ഡെലിവറി പ്രോസസ്സിൽ തന്നെ ഇത്രത്തോളം ബ്ലഡ് നഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് തന്നെ പലർക്കും ഒരു പുതിയ അറിവായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ ഇതിനു വേണ്ടി നമ്മുടെ ബോഡി പ്രഗ്നൻസി സമയത്ത് തന്നെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു സ്ത്രീയുടെ ശരീരത്തിൽ നിന്നും ഇത്രത്തോളം രക്തം പോകും, ഡെലിവറി കഴിയുമ്പോൾ നഷ്ടപ്പെടുമെന്ന് ആ ബോഡിക്ക് അറിയാമെന്നും അതുകൊണ്ട് തന്നെ ബോഡി അതിന് വേണ്ടി കുറച്ച് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. എന്തൊക്കെ വ്യത്യാസങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ വരുത്തുന്നതെന്ന് അറിയാമോ? ഒന്ന്, നമ്മുടെ നോർമൽ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അത് അവരെക്കാളും കൂടുതൽ ബ്ലഡ് വോളിയം, അതായത് രക്തത്തിൻ്റെ അളവ് കൂടുതലായിരിക്കും ഒരു പ്രഗ്നൻസി ആയ ഒരു സ്ത്രീക്ക്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ബ്ലഡിൻ്റെ ഫ്ലൂയിഡിറ്റി കൂടുതലായിരിക്കും. അതായത് അതിൽ കോശങ്ങളെക്കാളും കൂടുതൽ വെള്ളത്തിൻ്റെ അളവ് കൂടുതലായിരിക്കും എന്നുള്ളതാണ്. അപ്പം നഷ്ടപ്പെടുമ്പോഴും കൂടുതൽ വെള്ളം പോലെയാണ് നഷ്ടപ്പെടുന്നതെങ്കിലും കോശങ്ങൾ ബാക്കി സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള കഴിവ് കിട്ടും എന്നുള്ളതാണ്. അപ്പം അതിൽ 1/2 ലിറ്റർ ബ്ലഡ് പോയാലും അതിൽ കോശങ്ങൾ നഷ്ടപ്പെടുന്ന കുറവായിരിക്കും എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്നാൽ 2 കണ്ടീഷനിലുള്ള സ്ത്രീകൾക്ക് ഇത്ര പോലും ബ്ലഡ് നഷ്ടപ്പെടാൻ പാടില്ല, അല്ലെങ്കിൽ വളരെ ചെറിയ എമൗണ്ട് ബ്ലഡ് ലോസ് തന്നെ അവർക്ക് വളരെയധികം ഡേഞ്ചറസ് ആയി മാറാറുണ്ട്. അത് ആരൊക്കെയെന്നറിയാമോ? ഒന്ന്, പ്രഗ്നൻസി സമയത്ത് BP ഉണ്ടായി അത് ഫർദർ നമ്മളെ കിഡ്നിയോ ലിവറിനെയോ ഒക്കെ ബാധിച്ച പ്രീ എക്ലാംസിയ എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് പോയ സ്ത്രീകൾ. 2, രക്തം കുറവുണ്ടാവുന്ന, അതായത് അനീമിക് ആയിട്ടുള്ള സ്ത്രീകൾ വളരെയധികം ശ്രദ്ധിക്കണം. ശരിക്കും ആരുടെ അടുത്തും ഇത് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല. പലരും ഹീമോഗ്ലോബിൻ 8 കൊണ്ടുവരുമ്പോൾ ഇത് എങ്ങനെ ഡെലിവറിക്ക് ഞാൻ ഇദ്ദേഹത്തിനെ വെക്കും, അല്ലെങ്കിൽ എങ്ങനെ ഇദ്ദേഹം ഡെലിവറി എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ കടന്നു പോകുമെന്ന് പേഷ്യൻ്റെ അടുത്ത് ചോദിച്ചാൽ ആദ്യം കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത്, എനിക്ക് മുന്നത്തെ പ്രസവത്തിലും 8 ഉണ്ടായിരുന്നുള്ളൂ ഹീമോഗ്ലോബിൻ, അല്ലെങ്കിൽ ഇതിനേക്കാളും കുറവായിരുന്നു, എന്നിട്ട് എനിക്കൊന്നും പറ്റിയില്ലല്ലോ എന്നുള്ളതായിരിക്കും. ശരിക്കും നിങ്ങൾ അറിയേണ്ടത് ഇതിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ നമുക്ക് വരുന്ന ഒരു അതിഥിയാണ് ഈ പോസ്റ്റ് പാർട്ടം ഹെമറേജ് എന്ന് പറയുന്നത്. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ, നമുക്ക് കൃത്യമായി പറയാൻ കഴിയില്ല ഇന്ന ആൾക്ക് ഡെലിവറി കഴിഞ്ഞാൽ ബ്ലീഡിങ് അമിതമാവും, അല്ലെങ്കിൽ ഇന്ന ആൾക്ക് ഡെലിവറി കഴിഞ്ഞാൽ ബ്ലീഡിങ് അമിതമാവില്ല എന്ന് നമുക്ക് കൃത്യമായി ഒരു അടിവരയിട്ട് പറയാൻ കഴിയില്ല. അപ്പോൾ ചോദിക്കും, അങ്ങനെ അറിയാനുള്ള മാർഗങ്ങളില്ലേ? ശരിക്കും നോർമലി എൻ്റയർ പ്രഗ്നൻസി നോർമലായിട്ട് കടന്നു പോയ പല ആൾക്കാർക്കുമാണ് നമ്മൾ ഡെലിവറി കഴിയുമ്പോൾ പെട്ടെന്ന് അപ്രതീക്ഷിതമായി ബ്ലീഡിങ് ഉണ്ടാകുന്നതായിട്ട് കാണുക. പക്ഷേ ഇതിന് റിസ്ക് ഫാക്ടേഴ്സ്, അതായത് ഇങ്ങനെ വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അമിതമായ ബ്ലീഡിങ് വരാൻ സാധ്യതയുണ്ട് എന്നുള്ള ആൾക്കാരുണ്ട്. എങ്ങനെയൊക്കെ വന്നാൽ അമിതമായി ബ്ലീഡിങ് ഉണ്ടാവാം ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, പ്രഗ്നൻസിയിൽ തന്നെ, അതായത് പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ തന്നെ ബ്ലീഡിങ് ഉണ്ടാകുന്ന ആൾക്കാർ, അതായത് മറുപിള്ള താഴെയോ അല്ലെങ്കിൽ മറുപിള്ള നേരത്തെ തന്നെ സെപ്പറേറ്റ് ചെയ്ത് നേരത്തെ തന്നെ ബ്ലീഡിങ് ആയിരിക്കുന്ന, അതായത് അബ്രപ്ഷൻ എന്ന് പറയുന്ന കണ്ടീഷനൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ
അമിതമായി നമ്മൾ ബ്ലീഡിങ് പ്രതീക്ഷിക്കണം. 2, മുന്നത്തെ പ്രഗ്നൻസിയിൽ എപ്പോഴെങ്കിലും അമിതമായ ബ്ലീഡിങ് ഉണ്ടായിട്ടുള്ളവരാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അമിതമായ ബ്ലീഡിങ് പ്രതീക്ഷിക്കണം. 3, 4ാമത്തേൽ കൂടുതലുള്ള പ്രസവങ്ങളാണെങ്കിൽ, അതായത് 3 കുട്ടികൾ ഓൾറെഡി ഉണ്ട്, ഇത് 4ാമത്തെയാണ് അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ളതാണ് എന്നുണ്ടെങ്കിൽ 100% നമ്മൾ ബ്ലീഡിങ് പ്രതീക്ഷിക്കണം. 4 എന്ന് പറയുന്നത് അമ്മയ്ക്ക് BPയോ രക്തക്കുറവോ ഉണ്ടെങ്കിൽ, അത് വളരെയധികം ചെറിയ ബ്ലഡ് ലോസ് ആണെങ്കിൽ പോലും അമിതമായ PPH എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് അവർക്ക് പെട്ടെന്ന് പോകാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതുകൊണ്ട് അവർക്കും അമിതമായ ബ്ലീഡിങ് പ്രതീക്ഷിക്കണം. പിന്നെ ഓവർ ഡിസ്റ്റൻഡ് യൂട്രസ്, അതായത് യൂട്രസിന് സൈസ് കൂടുതലാണെങ്കിൽ, എങ്ങനെയാണെങ്കിലൊക്കെ വരാം, കുഞ്ഞിന് സൈസ് കൂടുതലാണെങ്കിൽ വരാം, ഉള്ളിൽ വെള്ളം കൂടുതലാണെങ്കിൽ കൂടുതൽ വരാം, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ പ്രഗ്നൻസി ഉള്ളവരാണെങ്കിൽ കൂടുതൽ വരാം. ഇങ്ങനെയുള്ളവർക്കൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും, അതായത് ഇങ്ങനെയുള്ളവർക്ക് ബ്ലീഡിങ് കൂടുതലായി വരാനുള്ള സാധ്യതയുണ്ട് എന്ന് പ്രതീക്ഷിക്കാൻ പറ്റും. പക്ഷെ പലപ്പോഴും നമുക്ക് PPH എന്ന് പറയുന്ന കണ്ടീഷൻ നമ്മൾ അമ്മമാരെ കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ മരണത്തിലേക്ക് നയിക്കുന്നത് പലപ്പോഴും ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ആയിരിക്കില്ല. വളരെ നോർമലായിട്ട് പ്രഗ്നൻസിയിലാണെങ്കിലും ത്രൂ ഔട്ട് ദ ഡെലിവറി പ്രോസസ്സ് ആണെങ്കിലും ഒരു പ്രശ്നവും ഇല്ലാതെ മുന്നോട്ട് പോകുന്നവർക്കായിരിക്കും ഇങ്ങനെ വരിക എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. 1, യൂട്രസ് ചുരുങ്ങായിക, അതാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ള കാരണം. 90% ബ്ലീഡിങ് ഉണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത് ഡെലിവറി കഴിഞ്ഞ് മറുപിള്ള സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം യൂട്രസ് ചുരുങ്ങുന്നില്ല. അത് തന്നെയാണ് മെയിനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത്. അതിനെ നമ്മൾ എറ്റോണിക് PPH എന്ന് പറയും. അപ്പോൾ എന്താണ് നോർമൽ ഡെലിവറി പ്രോസസ്സിൽ സംഭവിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ അറിയണം. അതായത് നോർമലി നമ്മുടെ ഈ പ്രസവ വേദന വരുന്ന സമയത്ത് യൂട്രസ് ചുരുങ്ങുന്നുണ്ട്, അതായത് യൂട്രസിലെ ഉള്ളിലെ പേശികൾ ചുരുങ്ങുന്നുണ്ട്. ഈ ചുരുങ്ങുന്ന പേശികൾ സ്ഥിരമായി ചുരുക്കത്തിലേക്കാകും, അതായത് പിന്നെ അത് തിരിച്ച് ഇലാസ്റ്റിക് ആയിട്ട് വലിയില്ല. അപ്പോൾ എന്ത് സംഭവിക്കും, യൂട്രസിൻ്റെ സൈസ്, അതായത് യൂട്രസിന് കുഞ്ഞിന് കൊടുക്കാൻ പറ്റുന്ന സ്പേസ് കുറഞ്ഞാണ് ഓരോ പ്രാവശ്യവും യൂട്രസ് ചുരുങ്ങുന്നതോടുകൂടി ഉണ്ടാകുന്നത്. ഇതുവഴിയാണ് കുഞ്ഞ് പുറത്തേക്ക് വരാൻ വേണ്ടി ഈ ഡെലിവറി പ്രോസസ്സ് എന്ന് പറയുന്നത് സഹായിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അത് കഴിഞ്ഞ് കുഞ്ഞിൻ്റെ ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ചുരുങ്ങുന്ന പ്രോസസ്സ് ഉള്ളത് കൊണ്ട് തന്നെ മറുപിള്ള അറ്റാച്ച് ചെയ്തിരിക്കുന്ന പോർഷനും ചുരുങ്ങുന്നത് കാരണം മറുപിള്ള തന്നെ സെപ്പറേറ്റ് ചെയ്ത് പുറത്തേക്ക് വരും. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, മറുപിള്ള ഒട്ടിപ്പിടിച്ചിരുന്ന ഭാഗവും ചുരുങ്ങും, അവിടെയുള്ള പേശികളും ചുരുങ്ങുമ്പോൾ അതിനിടയിൽ കൂടി, അതായത് ഇങ്ങനെ ഇരിക്കുന്ന പേശികളാണെങ്കിൽ ഇതിനിടയിൽ കൂടി ഇങ്ങനെയാണ് രക്തക്കുഴലുകൾ വരുന്നത്. അപ്പോൾ ഇത് ചുരുങ്ങുമ്പോൾ രക്തക്കുഴലുകൾ അടയപ്പെടും. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് നോർമലി ബ്ലീഡിങ് നിൽക്കുന്നത്. എന്നാൽ ഈ പേശികൾ ചുരുങ്ങാതിരിക്കുകയും ഇത് ഇങ്ങനെ തന്നെ ഓപ്പൺ ആയിട്ടിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ രക്തക്കുഴലുകൾ ഓപ്പൺ ആയിട്ടിരിക്കുകയും അതുവഴി അമിതമായി രക്തസ്രാവം ഉണ്ടാകുകയും ചെയ്യും. ഇതിനെയാണ് നമ്മൾ എറ്റോണിക് PPH എന്ന് പറയുന്നത്. ഇത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കണ്ടീഷനാണ്. കാരണം എറ്റോണിക് PPH വന്നു കഴിഞ്ഞാൽ യൂട്രസിനെ ചുരുക്കാൻ വേണ്ടി നമുക്ക് പല മെഡിസിൻസും കൊടുക്കാൻ പറ്റും, പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. പക്ഷേ ചിലർക്കത് കൺട്രോൾ ആയില്ല എന്ന് വരും. അവസാനം നമുക്ക് യൂട്രസ് തന്നെ എടുത്ത് കളഞ്ഞാലേ നിവൃത്തിയുള്ളൂ എന്നുള്ളൊരു സിറ്റുവേഷനിലേക്ക് പോകാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് എറ്റോണിക് PPH. അപ്പോൾ ഇത് ആർക്കൊക്കെ വരാം എന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ കണ്ടീഷൻസ്, അതായത് 4ൽ കൂടുതൽ പ്രഗ്നൻസി ഉള്ളവർ, യൂട്രസ് ഓവർ ഡിസ്റ്റൻഡ് ആയിട്ടിരിക്കുന്നവർ, പെട്ടെന്ന് ഡെലിവറി ആവുന്നവർ. ചിലർ പറയും ഞാനിതാ ലേബർ റൂമിലേക്ക് പോയതേ ഉള്ളൂ, പെട്ടെന്ന് ഡെലിവറി ആയി, 2 മണിക്കൂർ 1 മണിക്കൂർ കൊണ്ടൊക്കെ ഞാൻ ഡെലിവറി ആയി. അങ്ങനെ ഉള്ളവർക്ക് അമിതമായ രക്തസ്രാവം ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ഒരുപാട് സമയം ഡെലിവറി പെയിൻ എടുത്ത് കിടക്കുന്നവർ, നമ്മൾ പെട്ടെന്ന് ഡെലിവറി ആവുന്നതിന് നമ്മൾ പ്രസിപ്പിറ്റേറ്റ് ലേബർ എന്നാണ് പറയുക. ഒരുപാട് സമയം 12-18 മണിക്കൂറൊക്കെ ഡെലിവറി പെയിൻ എടുത്ത് കിടക്കുന്നവരുടെ യൂട്രസ് ചുരുങ്ങി അതിന് ഇനേർഷ്യയിലേക്ക് പോകും. അതായത് അതിന് പിന്നെ ചുരുങ്ങാനുള്ള ഒരു അവസ്ഥയിലേക്ക് പോകാൻ കഴിയാത്തൊരവസ്ഥ വരും. അങ്ങനെ വന്നാലും അമിതമായ രക്തസ്രാവം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് എറ്റോണിക് PPH. ഇതാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് അമിതമായ രക്തസ്രാവം ഉണ്ടാകാൻ. രണ്ടാമത് നമ്മൾ പറയുന്നത് ട്രോമാറ്റിക് PPH. എന്താണ് ട്രോമാറ്റിക് PPH എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ താഴ്ഭാഗത്തുണ്ടാകുന്ന മുറിവുകളിൽ നിന്നുണ്ടാകുന്ന ബ്ലീഡിങ്. അതിപ്പോൾ യൂട്രസിൻ്റെ താഴ്ഭാഗത്തായിക്കോട്ടെ ഉൾഭാഗത്തായിക്കോട്ടെ, യൂട്രസിൻ്റെ താഴ്ഭാഗം വന്ന് ഓപ്പൺ ചെയ്യുന്ന ഭാഗം എന്ന് പറയുന്ന വജേന എന്നാണ് പറയുന്നത്, അവിടെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ചിലപ്പോൾ യൂട്രസ് തന്നെ മുന്നത്തെ പ്രീവിയസ് സിസേറിയൻ ആണെങ്കിൽ അതിൻ്റെ സ്കാർ പൊട്ടി, അതായത് അതിൻ്റെ മുറിവ് പൊട്ടി അവിടെ നിന്നുണ്ടാകുന്ന ബ്ലീഡിങ് ആയിക്കോട്ടെ, എന്തുമാവാം, അങ്ങനെ ഉണ്ടാകുന്ന ബ്ലീഡിങ്ങിനെയാണ് നമ്മൾ ട്രോമാറ്റിക് PPH എന്ന് പറയുന്നത്. അങ്ങനെ ഉണ്ടാകുന്ന ബ്ലീഡിംഗ് എന്ന് പറയുന്നത് നമുക്ക് എത്രയും പെട്ടെന്ന് അത് കണ്ട് എവിടെ നിന്നാണ് ബ്ലീഡിംഗ് എന്ന് കണ്ട് തുന്നിപ്പിടിപ്പിക്കുക എന്നുള്ളതാണ് മെയിൻ ഉദ്ദേശം. അപ്പോൾ അത് എങ്ങനെയൊക്കെ ഉള്ള സിറ്റുവേഷൻസിൽ കൂടുതൽ വരാം. കുഞ്ഞിന് സൈസ് കൂടുതലാണെങ്കിൽ ട്രോമാറ്റിക് PPH കൂടുതലായിട്ട് വരാം. 2, അമ്മ ഒരുപാട് നേരം ഡെലിവറി പെയിൻ എടുത്ത് കിടന്ന് കുഞ്ഞ് ഒരു പൊസിഷനിൽ തന്നെ വന്നിരുന്ന് പിന്നെ ഡെലിവറി ആവുകയാണെങ്കിൽ ഒരുപാട് മുറിവുകൾ ഉണ്ടായിന്ന് വരാം. അതുപോലെ തന്നെ ഇൻസ്ട്രുമെൻ്റൽ ഡെലിവറീസ്, അതായത് ഫോസപ്സ് ഇട്ടോ വാക്വം കപ്പിട്ടോ കുട്ടിയെ ഡെലിവറി എടുത്തിട്ടുണ്ടെങ്കിൽ കുഞ്ഞ് ഒരുപാട് കൂടുതലായിട്ട് ഉള്ളിൽ മുറിവ് വന്നു എന്ന് വരാം.
അതുപോലെ തന്നെ ഉണ്ടാകുന്നതാണ് സാധാരണയായിട്ട് കുഞ്ഞിൻ്റെ ബാക്ക് പോർഷനാണ് മേലെ വരിക, അതിങ്ങനെ വളഞ്ഞിട്ടാണ് വരിക. അതല്ലാതെ കുഞ്ഞിൻ്റെ ഫേസ് മുകളിലേക്ക് വരികയും അത് കാരണം ഒരുപാട് മുറിവുകൾ ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട്. അതിനെയാണ് ഫേസ് ടു പിബിസ് ഡെലിവറി എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ വരുന്ന സിറ്റുവേഷൻസിലെല്ലാം, അതുപോലെ തന്നെ പ്രീവിയസ് സിസേറിയൻ, സ്കാർ റപ്ചറിനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം ഇങ്ങനെയുള്ളതിനെല്ലാം നമ്മൾ ട്രോമാറ്റിക് PPH എന്നാണ് പറയുന്നത്. അപ്പം അത് ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞ് നമ്മൾ സ്റ്റിച്ചെല്ലാം ഇട്ട് പോകുന്ന സ്ത്രീകൾക്കും ചിലപ്പോൾ എന്ത് പറ്റും, എവിടെയെങ്കിലും നമ്മൾ താഴെ മുറിവിട്ടിട്ട് എപ്പിസോട്ടമി ഇട്ടിട്ടാണ് നമ്മൾ ചിലപ്പോൾ ഡെലിവറി എടുക്കുക. അത് നമ്മൾ തുന്നിപ്പോയാലും ചിലപ്പോൾ അതിനുള്ളിൽ ചെറിയ രക്തക്കൊഴലുകൾ ഇരുന്നോ, അല്ലെങ്കിൽ എവിടെന്നെങ്കിലുമൊക്കെ ബ്ലീഡിങ് ഊസ് ചെയ്ത് വന്നോട്ടോ അവിടെ ഒരു വലിയ രക്തക്കട്ടയായിട്ട് മാറാം. ഒരു രക്തക്കട്ട ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അത് വീണ്ടും ഫർദറായിട്ട് ബ്ലീഡ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അതിന് നമ്മൾ എപ്പിസോട്ടമി സൈറ്റ് ഹെമറ്റോമ എന്നാണ് പറയുക. അത് വന്നാലും അമ്മ പെട്ടെന്ന് തന്നെ ഭയങ്കരമായി ഉള്ളിലേക്ക് ബ്ലീഡ് ചെയ്യുകയും നമ്മളത് അറിയാതെ പോവുകയും വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സ്റ്റിച്ച് ഫുള്ള് കട്ട് ചെയ്ത് അതിനെ തിരിച്ച് വീണ്ടും ബ്ലീഡിങ് എവിടെ നിന്നാന്ന് കണ്ട് മനസ്സിലാക്കി അതിനെ ഒന്നേന്ന് തുന്നി ബ്ലീഡിങ് ഇല്ല എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അപ്പോൾ അതാണ് നമ്മൾ എപ്പിസോട്ടമി സൈറ്റ് ഹെമറ്റോമ എന്ന് പറയുന്നത്. പിന്നെ മൂന്നാമത് പറയുന്ന കാരണം എന്ന് പറയുന്നത്, ഉള്ളിൽ ബാക്കി മറപിള്ളയുടെ പോർഷൻസ് എവിടെയെങ്കിലും ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കാരണം അമിതമായ ബ്ലീഡിങ് ഉണ്ടാകാം. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ മറുപിള്ള കംപ്ലീറ്റ് ആയിട്ട് പുറത്തേക്ക് പോന്നിട്ടുണ്ടാവില്ല, ചിലപ്പോൾ ഏതെങ്കിലും ഭാഗം ഉള്ളിൽ ഊട്ടിയിരിക്കുന്നുണ്ടാകാം. അതിന് അഡ്ഹറൻറ്റ് പ്ലാസൻ്റ എന്ന് പറയും. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പം ഈ മെയിൻ പ്ലാസൻ്റ അല്ലാതെ ചിലപ്പോൾ ഒരു പോർഷൻ സെപ്പറേറ്റ് ആയിട്ട് ഉള്ളിൽ ഇരിക്കുന്നുണ്ടാകാം. അത് സക്സെഞ്ചുറേറ്റ് പ്ലാസൻ്റ എന്ന് പറയും. പ്ലാസൻ്റൽ ലോബ്, അതായത് ഒരു പോർഷൻ മാത്രം സെപ്പറേറ്റ് ആയിട്ടിരിക്കും. അങ്ങനത്തെ കണ്ടീഷൻസ് ഉണ്ട്. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പം അമിതമായി ബ്ലീഡിങ് ഉണ്ടായി എന്ന് വരാം. അതുപോലെ തന്നെ വരുന്നതാണ് ബ്ലീഡിങ് ഡിസോർഡേഴ്സ് ഉള്ള ആൾക്കാർ. അതായത് ഉള്ളിൽ വേറെന്തെങ്കിലും ഇൻഫെക്ഷൻ ഉള്ള അമ്മമാർ ഡെലിവറി ആവുകയാണെങ്കിൽ അമിതമായ രക്തസ്രാവം ഉണ്ടാകും, സെപ്സിസിലായ അമ്മമാരാണെങ്കിൽ. അതുപോലെ തന്നെ നേരത്തെ തന്നെ കുഞ്ഞ് പുറത്ത് വരുന്നതിന് മുന്നേ തന്നെ മറുപിള്ള ഉള്ളിൽ വെച്ച് സെപ്പറേറ്റ് ആയിപ്പോയി പ്രഗ്നൻസി ആയിരിക്കുമ്പോൾ തന്നെ ബ്ലീഡിങ് ആയ അമ്മമാരാണെങ്കിൽ അവർക്ക് അമിതമായ രക്തസ്രാവം വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ ഇങ്ങനെ ബ്ലീഡിങ് ഡിസോർഡേഴ്സ്, വേറെ ബ്ലീഡിങ് ഡിസോർഡേഴ്സ്, ഹീമോഫീലിയ പോലുള്ള പ്രശ്നങ്ങളുള്ള അമ്മമാരാണെങ്കിലും, പ്ലേറ്റ്ലെറ്റ് കൗണ്ടോ അങ്ങനെ എന്തെങ്കിലും കുറവുള്ള അമ്മമാരാണെങ്കിലും ചിലപ്പോൾ ഇവരൊക്കെ ഭയങ്കരമായി സിവിയറായിട്ട് ബ്ലീഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത് ബ്ലീഡിങ് ഡിസോർഡേഴ്സ് ഉള്ളവർ. അപ്പോൾ ഇതൊക്കെയാണ് സാധാരണയായി നമ്മൾ കണ്ടുവരുന്ന അമിതമായി ഡെലിവറി കഴിഞ്ഞ് ബ്ലീഡിങ് ഉണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിനെ രണ്ടായിട്ട് തരംതിരിക്കും, പ്രൈമറി PPHും സെക്കൻഡറി PPHും. അതായത് പ്രൈമറി PPH എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഡെലിവറി കഴിഞ്ഞ് ആദ്യത്തെ 24 മണിക്കൂറിലുണ്ടാകുന്ന ബ്ലീഡിങ്, അമിതമായ രക്തസ്രാവം. 24 മണിക്കൂർ മുതൽ ആദ്യത്തെ 3 മാസത്തിനുള്ളിൽ ഉണ്ടാകുന്ന അമിത രക്തസ്രാവത്തിനെ നമ്മൾ സെക്കൻഡറി PPH എന്നാണ് പറയുക. അത് മിക്കവാറും കാരണം എന്ന് പറയുന്നത് എന്തെങ്കിലും ഉള്ളിലുണ്ടാകുന്ന ഇൻഫെക്ഷൻസോ, അല്ലെങ്കിൽ മറുവിൻ്റെ ബാക്കി ഉള്ളിലിരിക്കുന്നതോ, അല്ലെങ്കിൽ രക്തം കട്ട കെട്ടി ഉള്ളിലിരിക്കുന്നതോ ഒക്കെ ആവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നിങ്ങൾ മെയിനായിട്ട് അറിയേണ്ടത്. ആസ് പേഷ്യൻസ് എന്നുള്ള രീതിയിൽ സ്വന്തം ജീവനെ രക്ഷിക്കാൻ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതാണ് മെയിനായിട്ട് നിങ്ങൾ അറിയേണ്ട കാര്യം. അപ്പോൾ ആദ്യം ചിന്തിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മളെപ്പോഴും ബ്ലീഡിങ് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് ഡെലിവറി സമയത്ത് എന്നുള്ളത് നമ്മൾ എപ്പോഴും എക്സ്പെക്റ്റ് ചെയ്തിരിക്കണം. 2, നമുക്ക് രക്തക്കുറവുണ്ട് എന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് കറക്റ്റ് ചെയ്ത് 12 ഹീമോഗ്ലോബിൻ ആക്കിയിരിക്കണം ഡെലിവറിക്ക് പോകുന്നതിന് മുന്നേ. 3 എന്ന് പറയുന്നത്, നമുക്ക് BP ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും എക്സ്പെക്റ്റ് ചെയ്യുക നോർമൽ ഹീമോഗ്ലോബിൻ ഉണ്ടോ എന്ന് നോക്കുക. ചെറിയ ബ്ലീഡിങ് പോലും പ്രഗ്നൻസിയുടെ മുന്നേ, അതായത് ഡെലിവറിക്ക് മുന്നേ നിങ്ങൾക്ക് ഉണ്ടാകുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോവുക. ഇപ്പോൾ മറുപിള്ള താഴെ ഇരിക്കുന്ന അമ്മമാരാണ് എന്നുണ്ടെങ്കിൽ പ്ലാൻ ചെയ്ത് തന്നെ പെട്ടെന്ന് പെയിനായിട്ട് അല്ലെങ്കിൽ ബ്ലീഡിങ് ആയിട്ട് പോയി സിസേറിയൻ ചെയ്യാതെ പ്ലാൻ ചെയ്ത് തന്നെ സിസേറിയൻ ചെയ്യാൻ പോവുക എന്നുള്ളതാണ്. പിന്നെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ബ്ലഡ് അറേഞ്ച്ഡ് ആയിരിക്കണം. അതിപ്പം നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ഉള്ളവരാണെങ്കിൽ പ്രത്യേകിച്ചും, കാരണം അവർക്ക് ബ്ലഡ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. എല്ലാ പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ആണെങ്കിലും ഡെലിവറി പ്രോസസ്സിലൂടെ പോകുന്ന എല്ലാവർക്കും പ്രത്യേകിച്ച് ബ്ലഡ് അറേഞ്ച്ഡ് ആയിരിക്കണം എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ഡെലിവറി കഴിഞ്ഞ ഉടനെ അമ്മമാർക്ക് ബ്ലീഡിങ് ഉണ്ടാവാതിരിക്കാൻ കുഞ്ഞിൻ്റെ ഷോൾഡർ ഡെലിവറി ചെയ്ത ഉടനെ തന്നെ ഒരു ഇഞ്ചക്ഷൻ കൊടുക്കും. ബ്ലീഡിങ് ഉണ്ടാകുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് അത് കൊടുക്കുന്നത്. ശരിക്കും വീട്ടിലൊക്കെ ഡെലിവറി ചെയ്യുന്ന പലരും പറയാറുണ്ട്, ഞങ്ങൾ അഭിമാനത്തോടെ വീട്ടിൽ ഡെലിവറി ചെയ്തു എന്ന്. ശരിക്കും അങ്ങനെ പറയരുത്. കാരണം എപ്പോഴാണ് ഡേഞ്ചർ എന്ന് പറയുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ വിളിക്കാത്ത അതിഥികൾ പലരും നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടാകാം. അങ്ങനെ ഉണ്ടാകുന്ന സിറ്റുവേഷനിൽ ഒന്നാണ് ഈ അമിതമായ ബ്ലീഡിങ് എന്ന് പറയുന്നത്. ശരിക്കും ഞാൻ ഈയിടെ വീട്ടിൽ ഡെലിവറി ആയ ഒരാൾ വാർത്തയിൽ പറഞ്ഞത് ഇത് കേട്ടു, ബ്ലീഡിങ് ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ പാനിക് ആയില്ല, അതുകൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടായില്ല. നോ,
അമിതമായ രക്തസ്രാവം ഉണ്ടെങ്കിൽ അതിപ്പോൾ പഠിച്ച ഡോക്ടറാണെങ്കിലും ആ സമയത്ത് പാനിക് ആവും. കാരണം എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ എപ്പോഴും നമ്മൾ സേഫ് ആയിട്ടുള്ള ഒരു ഡെലിവറി പ്ലേസ് നമ്മൾ കണ്ടുപിടിക്കുക. എപ്പോഴും ഹോസ്പിറ്റൽ ഡെലിവറി പ്രിഫർ ചെയ്യുക. എപ്പോഴും ബ്ലഡ് അറേഞ്ച് ചെയ്ത് വെക്കുക. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത്. പലരും എൻ്റെ അടുത്ത് വന്ന റീസൺ പറയുന്നത് അയൺ ഗുളിക കഴിക്കാറുണ്ടോ? ഇല്ല. രക്തക്കുറവുണ്ട്. എന്തുകൊണ്ട് വരുന്നു? അയൺ ഗുളിക കഴിക്കാറില്ല, എനിക്ക് ഛർദിയാണ്, അതുകൊണ്ട് കഴിക്കാൻ പറ്റാറില്ല, അല്ലെങ്കിൽ എനിക്ക് അതിൻ്റെ മണം ഇഷ്ടപ്പെടുന്നില്ല. ശരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ ജീവൻ റിസ്ക് ചെയ്യുന്ന അത്രത്തോളം ഒരു ഗുളികയുടെ സ്മെല്ലോ അല്ലെങ്കിൽ ഒരു ഗുളിക കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒമിറ്റിങ്ങോ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവുമോ? ഇല്ല. അപ്പം നമ്മുടെ കുഞ്ഞിന് ഇന്നതാണ് നല്ലത് എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും ആ സാധനം ചെയ്യാനും കഴിക്കാനും ഒക്കെ നോക്കും. നമുക്ക് നോർമൽ ഡെലിവറി ആവും എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും നമ്മൾ സ്റ്റെപ്സ് കയറി ഇറങ്ങും, നമ്മൾ നടക്കും, നമ്മൾ എക്സസൈസ് ചെയ്യും. അതുപോലെ തന്നെ അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ പറ്റുന്ന ഒരു മാർഗമാണ്, അല്ലെങ്കിൽ ജീവൻ സേഫാക്കി വെക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഡെയിലി അയൺ ഗുളിക കഴിക്കുക എന്നുള്ളത്. എനിക്ക് നിങ്ങളുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും ഈ ഒരു കാര്യം മാത്രമാണ് പറയാനുള്ളത്. നിങ്ങളുടെ ജീവൻ നിങ്ങൾ തന്നെ റിസ്കിലാക്കാതിരിക്കുക. കുഴിയിൽ ചാടിയിട്ട് പിന്നെ അത് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തണോ, നമ്മളാണ് കാരണക്കാരെന്ന് തപ്പി നടക്കാൻ നമുക്ക് സമയമില്ല. ആ സമയത്ത് നമുക്ക് നിങ്ങളെ സേവ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അത് ചിലപ്പോൾ നിങ്ങളുടെ യൂട്രസ് എടുത്ത് മാറ്റിയിട്ടാണെങ്കിലും ചിലപ്പോൾ അങ്ങനെ ചെയ്യേണ്ടി വന്നു എന്ന് വന്നേക്കാം. അപ്പം നമുക്ക് ഏറ്റവും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് BP ഉള്ളവർ എത്രയും സേഫായിട്ടിരിക്കുക, രക്തക്കുറവുള്ളവർ കറക്റ്റ് ചെയ്യുക, എപ്പോഴും ഹോസ്പിറ്റൽ ഡെലിവറി പ്രിഫർ ചെയ്യുക എന്നുള്ളതാണ്. നന്ദി.